നമസ്കാരം. ആളൊഴിഞ്ഞ് കൂടൊഴിഞ്ഞ് സി പി എമ്മിന് വിചാരിക്കുന്നതിനപ്പുറമുള്ള വലിയ തിരിച്ചടിയാണ് സഖാക്കളിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. വേറെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നിർത്തി എം വി ഗോവിന്ദൻ മാസ്റ്റർ കല്യാണ ബ്രോക്കർ പണി ചെയ്താൽ നന്നായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം റാപ്പർ വേടന്റെ കല്യാണ തീയതിയൊക്കെ തന്നെ ഏതോ ഒരു ചടങ്ങിൽ പ്രഖ്യാപിച്ചത് എം വി ഗോവിന്ദനാണ്. ബ്രോക്കർ പണിയും റിയൽ എസ്റ്റേറ്റ് പണിയും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉടായിപ്പ് പരിപാടിയും ഒക്കെ ആയിട്ട് നടക്കുകയാണ് നല്ലത് എന്ന് പറയുന്നവരുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് PK ശശി KTDC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. ശശി നല്ലവനായതുകൊണ്ടൊന്നുമല്ല, പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കോട്ടയാണ് പാലക്കാട്, പ്രത്യേകിച്ചും മണ്ണാർക്കാട്, ഷൊർണൂര്, അതുപോലെ തന്നെ മലമ്പുഴ ഒക്കെ. അവിടെയൊക്കെ തന്നെ CPM-ന് വലിയ തോതിലുള്ള തിരിച്ചടിക്കുള്ള സാധ്യത പറഞ്ഞുകൊണ്ടാണ് PK ശശി രാജിവെച്ചിരിക്കുന്നത്. ഇത്തരം ആൾക്കാരെ വലവീശി പിടിക്കാനായിട്ട് കോൺഗ്രസുകാർ അവിടെയും ഇവിടെയും നടപ്പുണ്ട്. അതും നമുക്ക് കാണേണ്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന്റെ വാർത്തയിൽ കാണാനിടയായി. ഇങ്ങനെ വലവീശി പിടിക്കുന്നവരെ തേടി നടക്കുന്ന കോൺഗ്രസുകാർ കാണിക്കുന്നത് മണ്ടത്തരമാണ്, നാണം കെട്ട പരിപാടിയാണ് എന്ന ഒരു അഭിപ്രായം പൊതുവെ ഉണ്ട്. നമ്മളും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. കാരണം കോൺഗ്രസിൽ ബൂത്ത് തലം മുതൽ പ്രവർത്തിച്ച് സമരത്തിനും പോയി അടിയും കൊണ്ട് ഇടിയും കൊണ്ട് വെയിലും കൊണ്ട് പോലീസിലെ കേസിൽ കുടുങ്ങി ഒക്കെ നടക്കുന്ന ധാരാളം പ്രവർത്തകർ, അങ്ങനെ വളർന്നു വന്ന ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിലൂടെയും ഒക്കെ വളർന്നു വന്ന പ്രവർത്തകരുണ്ട്. ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ CPM-ൽ നിന്ന് ഒക്കെ ചാടി വരുന്ന പ്രേംകുമാറിനെയും, അല്ലെങ്കിൽ CPM അനുഭാവത്തിൽ നിന്ന് പുറത്തു വരുന്ന പ്രേംകുമാറിനെയും, അതുപോലെ VS-ന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി A സുരേഷിനെയും, ഇപ്പോൾ ഇതാ PK ശശിയും ഒക്കെ വലവീശി പിടിച്ച് സ്ഥാനാർത്ഥികളാക്കാൻ ശ്രമിക്കുന്ന, ഐഷ പൂറ്റിയും ഒക്കെ സ്ഥാനാർത്ഥികളാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ ഈ നടപടിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ ഖേദമുണ്ട്. സതീശൻ അതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷെ ഇപ്പോ ഒരു പുതിയ ട്രെൻഡാണിത്. എന്തായാലും കൂടും കുടുക്കയും ഒഴിഞ്ഞ് CPM നാമാവശേഷമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രധാനപ്പെട്ട പല നേതാക്കളും ഇതുപോലെ പുറത്തു വരുന്ന അതിന് അവർക്ക് പല കാരണങ്ങൾ കാണും. എന്നാൽ പോലും പൊതുവെ ഉള്ള CPM-നെതിരെയുള്ള സഖാക്കളുടെ തന്നെ, CPM പ്രവർത്തകരുടെ തന്നെ, നേതാക്കളുടെ തന്നെ ഒരു വികാരമാണ് ഇത്തരത്തിൽ ഉള്ള പുറത്തേക്ക് ചാടലിലൂടെ പ്രകടമാകുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു. തീർച്ചയായിട്ടും അതെ, അതൃപ്തി, അസംതൃപ്തി എന്നതിലപ്പുറം ഈ പാർട്ടിയിൽ ആണല്ലോ താൻ എന്ന് ഉള്ള ഒരു ഖേദം കൂടി പല സഖാക്കളും പ്രകടിപ്പിച്ചതായി അറിയുന്നു. മാത്രമല്ല, ഇനി ഒരിക്കൽ കൂടി ഈ ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷം എന്ന ഒരു സിദ്ധാന്തം തന്നെ ഇല്ലാതെയാകും, എന്ന ഒരു വാക്ക് തന്നെ ഇല്ലാതെയാകും എന്ന് ആശങ്ക പ്രകടിപ്പിക്കുന്ന CPM പ്രവർത്തകരുമുണ്ട്, CPI-ക്കാരുമുണ്ട്. ഇടതുപക്ഷം എന്നതിന്റെ ആ ഒരു പുരോഗമനപരമായ, വികസനപരമായ ആ ഒരു ഏകീകരണ ചിന്താഗതിയൊക്കെ തന്നെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ജനവിരുദ്ധതയുടെ, രാജ്യവിരുദ്ധതയുടെ, വികസന മുരടിപ്പിന്റെ, ധൂർത്തിന്റെ, സ്വജനപക്ഷപാതത്തിന്റെ, അഴിമതിയുടെ കൂത്തരങ്ങാക്കി കേരളത്തെ മാറ്റുകയാണ് സത്യം പറഞ്ഞാൽ CPM നേതൃത്വത്തിലുള്ള സർക്കാർ ഈ 2 ടേണിലും ചെയ്തത് എന്നുള്ളത് ഇടതുപക്ഷ സഖാക്കൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് സത്യമാണ്. വിരോധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് എതിരഭിപ്രായമുണ്ടെങ്കിൽ പ്രേക്ഷകർ കമന്റുകളായി രേഖപ്പെടുത്താം. ആ അവസ്ഥയിലാണ് കേരളത്തിലെ CPM എന്ന പാർട്ടിയും ഇടതുപക്ഷവും. കൂടൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ആളുകൾ. മനസ്സുകൊണ്ട് കൂടൊഴിഞ്ഞവർ പതിനായിരക്കണക്കിന് പേർ, ലക്ഷക്കണക്കിന് പേർ ഉണ്ടെന്ന് പറയുന്നു. ഇതെങ്ങനെങ്കിലും ഈ സംവിധാനം തകർന്ന് തരിപ്പണമാകണേ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. മറുഭാഗത്ത് കോൺഗ്രസ് ഈ ഒരു കാര്യമൊക്കെ തന്നെ കൃത്യമായി ചൂഷണം ചെയ്ത് പാർലമെന്ററി അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ എപ്പോഴും ഈ മത തീവ്ര ചിന്താഗതിക്കാരുമായി കൂട്ടുപിടിച്ചുകൊണ്ടാണ് കളിക്കുന്ന കളി മുഴുവൻ. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതിൽ കയറി പിടിച്ചുകൊള്ളും. ഒരു കേരള സ്റ്റോറി 2ാം ഭാഗം സിനിമ ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അതിനകത്ത് നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അതിന്റെ ട്രെയിലറിൽ കണ്ടു, ഉടനെ ബീഫായി. കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി ഞങ്ങൾ ബീഫും കഴിക്കും, ചിക്കനും കഴിക്കും, മട്ടനും കഴിക്കും പറഞ്ഞു. പക്ഷെ പോർക്കെന്ന് പറഞ്ഞില്ല. പോർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടി കത്തിക്കും ആൾക്കാർ. ശിവൻകുട്ടി മാമന്റെ താടി തീപ്പെട്ടിക്കൊള്ളി ഒലിച്ച് തീയിടും. പേടിയാ പോർക്കെന്ന് പറയാം. ഒരു പ്രത്യേക വിഭാഗത്തിന് നിഷിദ്ധമായ ഭക്ഷണമാണല്ലോ. എന്തൊക്കെയായാലും ശരി, ഇവിടെ ഇതൊക്കെ തന്നെ നടക്കുന്നു. ജനങ്ങൾക്ക് വികസനം പറയാനൊന്നുമില്ല, അതുകൊണ്ട് ഈ മതം പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ തന്നെ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അപജയത്തിന്, അധപ്പതനത്തിന് പ്രധാന കാരണം. എല്ലാവരും ജാതിയും മതവുമാണ് പറയുന്നത്. വികസനത്തെക്കുറിച്ച് ഈ 10 വർഷം സർക്കാർ ഭരിച്ചല്ലോ, വികസനത്തെക്കുറിച്ചോ രാജ്യത്തിന്റെ നന്മയെക്കുറിച്ചോ
കേരളത്തിന്റെ നന്മയെക്കുറിച്ചോ പറയാൻ ഒരു വാക്ക് പോലുമില്ല. ഇങ്ങനെ മതവും പറഞ്ഞ് ബീഫും പറഞ്ഞ് ഓരോ ഫെസ്റ്റും നടത്തി അതുപോലെ തന്നെ ഓരോ ആൾക്കാർക്കിട്ട് വേലയും വെച്ച് CPM-ന്റെ ആ ഒരു ആധിപത്യ ചിന്താഗതി ഒക്കെ തന്നെ എല്ലാവരിലും പ്രകടമാക്കിക്കൊണ്ട് നടക്കുകയാണ്. പിന്നെ ഈ പാർട്ടിയും ഈ ഇടതുപക്ഷവും ഒക്കെ എങ്ങനെ രക്ഷപ്പെടാനാണ്? കോൺഗ്രസ് ആണെങ്കിൽ മതം പിടിച്ചുകൊണ്ട് നടക്കുന്നു, മത തീവ്രവാദികളെ കൂട്ടുപിടിക്കുന്നു, അവർ എങ്ങനെ രക്ഷപ്പെടാനാണ്? ഇതൊക്കെ വലിയ തോതിലുള്ള തിരിച്ചടികൾക്ക് ഇവരൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലത്തെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ അതിഭീകരമായിരിക്കും, അതിഭയാനകമായിരിക്കും എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വെറുതെയൊന്നുമല്ല.